ആദ്യം നമുക്ക് മനസ്സിലൊരു പ്ലാൻ വേണം, ഒരു സ്വപ്നം വേണം, അത് എങ്ങനെ മുന്നോട്ട് പോകണം, ഫ്യൂച്ചറിനെ കുറിച്ചൊരു ചിന്ത വേണം, അത് എങ്ങനെ ആക്കിയെടുക്കണം എന്നതിനെക്കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ടാകണം. ആ ഐഡിയ വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന ആളുകളെ നമ്മൾ കണ്ടെത്തുക. അതിനുശേഷം അതിനൊരു ബഡ്ജറ്റ് തയ്യാറാക്കുക. അതിനുശേഷം നമുക്ക് സ്വാഭാവികമായിട്ടും അതിനുശേഷമല്ലേ നമുക്ക് അതിൻ്റെ ഇൻവെസ്റ്റേഴ്സിലേക്കും ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ കയ്യിൽ കൃത്യമായ ഒരു പ്ലാൻ ഉണ്ട്. അതിനുശേഷം നമ്മൾ ഇൻവെസ്റ്ററിൻ്റെ അടുക്കൽ ചെന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിന് ഇൻവെസ്റ്റ് ചെയ്യാൻ ആളുകളുണ്ടാവും, ധാരാളം ഉണ്ടാവും. കാരണം ആ ഇൻവെസ്റ്ററിന് കിട്ടാൻ പോകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ആ ഇൻവെസ്റ്ററിന് ഞങ്ങൾ എന്താണ് നൽകാൻ പോകുന്നത്, നിങ്ങളുടെ പണത്തിൻ്റെ മൂല്യം എങ്ങനെ ഞങ്ങൾ തിരിച്ചു തരും, ഇതൊക്കെ നമുക്ക് കൃത്യമായ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ, നമുക്കൊരു വിഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇൻവെസ്റ്ററെ കിട്ടുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. അതല്ലാതെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യം മാത്രമല്ല, പണം വരട്ടെ, പണം വന്നു കഴിഞ്ഞ് ഞാൻ സ്വപ്നങ്ങൾ കാണാം, പണം വന്നു കഴിഞ്ഞ് ഞാൻ പ്ലാൻ ഉണ്ടാക്കാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പണം വരിക എന്ന് പറയുന്നത് ലോട്ടറി അടിച്ചാൽ പോലും ഒരുപക്ഷെ നിങ്ങൾ രക്ഷപ്പെടാൻ സാധ്യതയില്ല. കാരണം ആദ്യം നമുക്കൊരു വിഷൻ വേണം. ആ വിഷൻ ഇല്ലാത്ത ഒരാൾക്ക് കൊണ്ടുവന്ന് പണം തരാനോ, ആ വിഷൻ ഇല്ലാത്ത ഒരു വിഷണറി അല്ലാത്ത ഒരു ബിസിനസ്സിൽ കാശിറക്കാനോ ഞാൻ തയ്യാറാവുകയില്ല. മാത്രമല്ല